الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين، ما بعد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ് എന്നല്ല, കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബദർ യുദ്ധത്തെക്കുറിച്ചാണല്ലേ. ബദർ യുദ്ധത്തെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടം വരെ എത്തി? നമ്മൾ യുദ്ധം അവസാനിച്ചു, തടവുകാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തടവുകാരുടെ കൂട്ടത്തിൽ എത്ര തരം ആളുകളുണ്ടായിരുന്നു, ആരൊക്കെയാണ് റസൂലുള്ള ഫിദിയ വാങ്ങിയിട്ട് വിട്ടയച്ചത്, റസൂലുള്ള മാപ്പർഹിക്കാത്തതിൻ്റെ പേരിൽ കൊല ചെയ്തത് ആരൊക്കെയാണ്, ഒന്നും വാങ്ങാതെ വിട്ടയച്ച ആൾ, അതിലൊരാളാണ് അബു അസ്സ അൽ ജുമഹി, പിന്നീട് ഉഹദ് യുദ്ധത്തിലെ അയാളെ കൊല ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംഭവങ്ങൾ ഒരുപാട് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിദിയയുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളൊക്കെ നമ്മൾ അയവർക്ക് ഉണ്ടായി. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്താനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? എന്ത് സംഭവമായിരുന്നു? ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? ഒരു റെസ്ക്യൂ മിഷനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റെസ്ക്യൂ മിഷൻ, ഒരാളെ രക്ഷിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യവുമായി ഒരു സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത പുത്രി ഖദീജയുടെ പൊന്നോമന സൈനബ് റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് റസൂലുള്ളാഹിക്ക് കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് അതിനെ പൂർത്തീകരിക്കാൻ എന്ന നിലയിൽ തൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക് ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങളിൽ ചിലർ അവരുടെ അടുക്കൽ വരികയും അവരുടെ ഒട്ടകത്തെ ഇടങ്ങേറാക്കുകയും, അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹബ്ബാർ ഇബ്നുൽ അസ്വദ്. ആ പേര് ഓർമ്മ വരണം, ഇനി ചരിത്രത്തിൽ അങ്ങോട്ട് ആ പേര് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും, ഇന്ന് തന്നെ ഒരുപാട് തവണ വരുന്നുണ്ട്. അയാളുടെ പേരെന്താ? ഹബ്ബാർ ഇബ്നുൽ അസ്വദ്. അതിക്രൂരമായ കണ്ണിച്ചോരയില്ലാത്ത ഒരു കാര്യം ചെയ്തു. എന്തായിരുന്നു അത്? പാവം ഗർഭിണിയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹയെ ഒട്ടകപ്പുറത്ത് നിന്ന് മറിച്ച് താഴെ ഇടുകയും അവരുടെ ഗർഭം അലസിപ്പോവുകയും ബ്ലീഡിങ് ഉണ്ടാകുകയും രോഗിയാകുകയൊക്കെ ചെയ്തു. അതിനുശേഷം രണ്ട് ഗോത്രക്കാർ വന്ന് ആര് സൈനബ് റളിയല്ലാഹു അൻഹ എടുത്തുകൊണ്ട് കൊണ്ടുപോകും എന്ന വിഷയത്തിൽ തർക്കിച്ചു. അവസാനം ബനു ഉമയ്യ ഗോത്രത്തിലെ അബൂ സുഫിയാനും ഹിന്ദും രണ്ടുപേരും സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എവിടെയുള്ളത് സൈനബ് റളിയല്ലാഹു അൻഹ? അബൂ സുഫിയാൻ്റെ വീട്ടിൽ ഹിന്ദിൻ്റെ പരിചരണത്തിലാണുള്ളത്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹയെ കാണുമ്പോഴൊക്കെ ഹിന്ദി ഇപ്രകാരം പറയായിരുന്നു: ഹാദാ ബിസബബി അബീഖ്, ഇതൊക്കെ നിൻ്റെ ഉപ്പയെ കൊണ്ടുണ്ടായ ഇടങ്ങേറാണ്. നിൻ്റെ ഉപ്പയും ഉപ്പയുടെ പുതിയ മതവും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല, ഈ യുദ്ധം നടക്കുമായിരുന്നില്ല, ഈ പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ കാരണക്കാരാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് മാനസികമായിട്ടും ആ മഹദിയെ ഇടങ്ങേറാക്കുമായിരുന്നു. ഈ സമയത്താണ് റസൂലുള്ള തൻ്റെ പ്രിയപ്പെട്ട അനുചരൻ, തൻ്റെ എല്ലാമായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത്. സെയ്ദ് ബിൻ ഹാരിസ നമ്മൾ പറഞ്ഞു, ഈ സൈനബിനെ ശത്രുമടയിൽ നിന്ന്, ശത്രുവിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ദൗത്യത്തിന് വേണ്ടി, ആ റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് റസൂലുള്ള വലിയൊരു സൈന്യത്തെ അല്ല ഏൽപ്പിച്ചത്, മറിച്ച് ഒറ്റൊരാളെയാണ് തിരഞ്ഞെടുത്തത്. അത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. കുറച്ച് കാലം മുമ്പ് വരെ സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ സെയ്ദ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തുപുത്രനാക്കി സ്വീകരിച്ച ആളായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാത്തത് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയായ
ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു ഐമൻ അടിമ സ്ത്രീയാണ്. അതുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു വെളുത്തിട്ടായിരുന്നു, ഉമ്മു ഐമൻ കറുത്തിട്ടായതുകൊണ്ട് ആ ഭാര്യയിൽ നിന്നുണ്ടായ മകൻ ഉസാമ റളിയല്ലാഹു അൻഹും കറുത്തിട്ടായിരുന്നു. ഇന്നത്തെ ഖുതുബയിൽ ഉസ്താദ് കാമസാറിൽ വെച്ചിട്ട് വിശദമായിട്ട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം കിട്ടിയിട്ടുണ്ടാവില്ല, അത് കേട്ടാൽ അതിൽ നിന്ന് മനസ്സിലാവും. ഉസാമ റളിയല്ലാഹു അൻഹും കറുത്ത ഒരു കുട്ടിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് ഈ സെയ്ദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഉസാമ റളിയല്ലാഹുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഈ മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയതിനു ശേഷം ബൈത്തുൽ മാലിൽ നിന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ സമ്പത്ത് വീതിക്കുന്ന സമയത്ത് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹുവിന് 3500 ദിർഹം അല്ലെങ്കിൽ ദീനാറ് നൽകി. അതിനുശേഷം ഉസാമ പോയി കഴിഞ്ഞിട്ട് സ്വന്തം മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പം അബ്ദുല്ലാക്ക് 3000 കൊടുത്തുള്ളൂ. ഉസാമക്ക് എത്ര കൊടുത്ത്? 3500. അബ്ദുല്ലാക്ക് എത്ര കൊടുത്തുള്ളൂ? 3000 കൊടുത്തുള്ളൂ. അബ്ദുള്ള കൗതുകത്തിന് വേണ്ടിയിട്ട് ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ ലിമ ഫദ്ദൽതഹു അലയ്യ, എന്നേക്കാൾ എന്തുകൊണ്ടാണ് അവനക്ക് താങ്കൾ മുൻഗണന നൽകിയത്? എന്തുകൊണ്ടാണ് ഇബ്നു ഉമർ ചോദിച്ചത്? ഉപ്പ അങ്ങനെ കൊടുത്തുകൊണ്ടുള്ള ദേഷ്യത്തിൻ്റെ പേരിലല്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഈ കൊടുക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേക ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം കൊടുക്കുക ഇസ്ലാമിൽ അവൻ അനുഭവിച്ച ത്യാഗം, അവർക്കുള്ള ശ്രേഷ്ഠത, അതിനെ പരിഗണിച്ചിട്ടായിരുന്നു ഓരോരുത്തർക്കും കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ബദരീങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊടുക്കും. ബദറിൽ പങ്കെടുക്കാത്തവർക്ക് അവർ താരതമ്യേന കുറച്ചായിരിക്കും കൊടുക്കുക. നേരത്തെ ഹിജ്റ ചെയ്തവർക്ക് കുറച്ച് കൂട്ടിക്കൊടുക്കും, ലേറ്റായിട്ട് ഹിജ്റ ചെയ്തവർക്ക് കുറച്ച് കൊടുക്കും. ഇങ്ങനെ ഇസ്ലാമിലുള്ള ത്യാഗത്തിനനുസരിച്ചിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത, നന്മയുടെ ഏതെല്ലാം മാർഗമുണ്ടോ അതിനൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ചെയ്ത് പ്രാവർത്തികമാക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന ആളായിരുന്നു ഇബ്നു ഉമർ. അപ്പോൾ ഉപ്പ ഉസാമക്ക് തന്നേക്കാൾ കൂടുതൽ കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? തന്നേക്കാൾ ഏതോ ഒരു നന്മയിൽ ഉസാമ മുൻകടന്ന് നിൽക്കുന്നുണ്ട് എന്നതാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു കൂടുതൽ കൊടുക്കാൻ മാനദണ്ഡമാക്കിയത് എന്താ? നന്മയുടെ മാർഗത്തിൽ മുന്നേറുക എന്നുള്ളത്. അപ്പോൾ ഈ മകനെ സംബന്ധിച്ചിടത്തോളം അതേതാണെന്ന് അറിയണം, എന്നിട്ട് അത് ചെയ്തിട്ട് കുറച്ചുകൂടി പ്രതിഫലം കരസ്ഥമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പാനോട് എന്തുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ഉസാമക്ക് കൊടുത്തതെന്ന് ചോദിച്ചാൽ. അല്ലാണ്ട് ഇബ്നു ഉമർ ഒരിക്കലും സമ്പത്തിനെ ആഗ്രഹിച്ചിട്ട് ഉപ്പാനോട് ചോദിക്കില്ല. അങ്ങനെ ഉപ്പാനോട് ചോദിച്ചാൽ ചോദിച്ചതേ ഓർമ്മയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ബാക്കി കാര്യം തീരുമാനത്തിലാക്കും. അപ്പോൾ എന്തായാലും ലിമ ഫദ്ദൽതഹു അലയ്യ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് പറയുന്നുണ്ട്, മോനെ, ഞാൻ അവന് കൂടുതൽ കൊടുത്തത് ഫഇന്ന ഉസാമ അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻക്, ഉസാമത്ത് ബിൻ സെയ്ദ് അള്ളാഹുവിൻ്റെ റസൂലിന് നിന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു. വ ഇന്ന അബു ഉസാമ അഹബ്ബു ഇലാ റസൂലില്ലാഹി മിൻ അബീക്, ഉസാമയുടെ ഉപ്പ നിൻ്റെ ഉപ്പയേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിന് പ്രിയങ്കരനായിരുന്നു. ഫഅസർതു ഹിബ്ബ റസൂലില്ലാഹി അലാ ഹിബ്ബി, എൻ്റെ പ്രിയങ്കരമായ ആളുകളേക്കാൾ ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രിയങ്കരനായ ആളിന് മുൻകൊടുത്തതാണ് മോനെ. നിന്നേക്കാൾ പ്രിയങ്കരൻ അള്ളാഹിൻ്റെ റസൂലിന് ആരായിരുന്നു? ഉസാമയായിരുന്നു. നിൻ്റെ ഉപ്പയേക്കാൾ അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമുള്ളത് ഉസാമയുടെ ഉപ്പ സെയ്ദിനെ ആയിരുന്നു. അതുകൊണ്ടാണ് നിന്നേക്കാൾ കൂടുതൽ ഞാൻ അവന് നൽകിയത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ആളിന് മുൻഗണന നൽകിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു അത്രയും ഉയർന്ന, ഏറ്റവും വലിയ പ്രത്യേകത എന്താ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ? പറഞ്ഞോ? ഖുർആനിൽ പറഞ്ഞു. ഖുർആനിൽ ലക്ഷക്കണക്കിന് സഹാബാക്കളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ് പരാമർശിച്ചത് ഒരേ ഒരു സഹാബിയുള്ളൂ. ഫലമ്മ ഖള സൈദും മിൻഹ വതറൻ സവ്വജ്നാകഹ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് ഖുർആനിലില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്, ഉസ്മാൻ, അലി ഒന്നുമില്ല. പക്ഷേ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അപ്പം സെയ്ദ് എന്ന വാക്ക് നമ്മൾ പരിശുദ്ധ ഖുർആൻ്റെ അകത്ത് വെച്ച് പറയുമ്പം നമുക്ക് 30 കൂലി ഏറ്റവും കുറഞ്ഞത് കിട്ടും. ഒരു ഹർഫിന് 10 കൂലിയല്ലേ. അപ്പോൾ ഈ സെയ്ദ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൻ്റെ ആ ആയത്തിൻ്റെ ഇടയിൽ നമ്മൾ ഓതുമ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞത് 30 കൂലി കിട്ടും. അപ്പോൾ അത്രയും മഹത്വമുള്ള സഹാബിയും. അപ്പോൾ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചോദിക്കുന്ന ചോദ്യം തന്നെ പ്രത്യേക ചെറിയ ചോദ്യമാണ്. എന്തോ ഭയങ്കര അടുപ്പുള്ള ആളോട് ചോദിക്കുന്നത് പോലെ, അലാ തൻതലിക്, സെയ്ദ് ഒന്ന് പോകാൻ പറ്റുമോ നിനക്ക്? തജീഉനി ബി സൈനബ്, എന്നിട്ട് സെയ്ദിനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? കാഷ്വലായിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഈസിയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെ. പക്ഷേ ശരിക്കും എന്താ ദൗത്യം? വലിയൊരു ദൗത്യമാണ്, ചില്ലറ ദൗത്യമൊന്നുമല്ല. സെയ്ദ് റളിയല്ലാഹു അൻഹു ബല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞാനത് ഏറ്റെടുത്തു, ഞാൻ പോവാന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മോതിരം ഊരി, നബി തങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ടായിരുന്ന ഒരു മോതിരം ഉണ്ടല്ലോ, ആ മോതിരം ഊരിയിട്ട് ഒരു വിശ്വാസം എന്നോണം സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ഇത് കയ്യിൽ വെച്ചു, ആവശ്യം വരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി. വലിയ ലക്ഷ്യമായിട്ടാണ് പോകുന്നത്, ആരും അറിയാൻ പാടില്ല. അവിടെ മക്കത്ത് എത്തി ആരെങ്കിലും ഒരാൾ താൻ ഈ ലക്ഷ്യവുമായിട്ടാണ് വന്നതെന്ന് അറിഞ്ഞാൽ എന്തായാലും കൊല്ലുമെന്ന് ഉറപ്പാണ്.
അപ്പോൾ ഇവിടെ മക്കയുടെ അതിർത്തിയിലെത്തി അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുക. ആരോടെങ്കിലും ചോദിക്കണമല്ലോ എന്താണ് അവസ്ഥ, സൈനബിന് എന്ത് പറ്റി, ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഒക്കെ അറിയണമല്ലോ. ആ അറിയുന്ന വിഷയത്തിൽ ആരോടെങ്കിലും ചോദിക്കുന്ന ആൾ തെറ്റായ ആളായിപ്പോയി അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള ആളായിപ്പോയി, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇടപെടാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം കറങ്ങി നടന്ന് അവസാനം ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി. ആ ആട്ടിടയനുടെ അടുക്കലേക്ക് അദ്ദേഹം പോയി. എന്നിട്ട് ചോദിച്ചു, ആട്ടിടയ, നീ ആരുടെ അടിമയാണ് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഒന്നാലോചിച്ച് നോക്കണം. ആയിരക്കണക്കിന് ആളുകളുണ്ട് മക്കത്ത്, ആയിരക്കണക്കിന് അടിമകൾ ആട്ടിടയന്മാരുണ്ട് മക്കത്ത്. അവരുടെ ആരുടെ അടുക്കൽ വേണമെങ്കിലും സെയ്ദ് റളിയല്ലാഹു അൻഹു എത്തിച്ചേരാമായിരുന്നു. ഇനി റോങ് പേഴ്സൻ്റെ അടുക്കലാണ് അല്ലെങ്കിൽ തെറ്റായ ഒരാളുടെ അടുക്കലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എത്തിയിട്ട് ഈ കാര്യമൊക്കെ ചോദിക്കുന്നത്, അയാൾക്ക് കാര്യം മനസ്സിലായാൽ ദൗത്യം തകരുമായിരുന്നു. പക്ഷേ കൃത്യം അദ്ദേഹം എത്തിച്ചേർന്ന ആട്ടിടയൻ, ആരുടെ ആട്ടിടയനാണ് നീ എന്ന് ചോദിച്ചപ്പോൾ ആ ആട്ടിടയൻ പറഞ്ഞ മറുപടി, അനലി അബുൽ ആസ് ഇബ്നു റബീഅ, ഞാൻ അബുൽ ആസ് ഇബ്നു റബീഅയുടെ ആട്ടിടയൻ. ആരാ അബുൽ ആസ് ഇബ്നു റബീഅ? സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. കൃത്യം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശത്രുക്കളുടെ കോട്ടയിൽ നിന്ന് നടുക്കളത്തിൽ നിന്ന് കൃത്യം അദ്ദേഹം എത്തിച്ചേർന്നത് ആരുടെ ആട്ടിടയൻ്റെ അടുത്തേക്കാ? അബുൽ ആസ് ഇബ്നു റബീഅയുടെ ആട്ടിടയൻ്റെ അടുക്കലേക്ക്. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഈ ആടാരതാ? ഹാദാ ലി സൈനബ് ബിൻതി മുഹമ്മദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആടുകൾ സൈനബ് റളിയല്ലാഹു അൻഹ, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മദീനത്തുള്ള ഒരാളില്ലേ, അയാളുടെ മകൾ ഇവിടെ ഉണ്ട്, ആ മകളുടെ ആടുകളാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കെട്ടുകഥയല്ല അല്ലെങ്കിൽ സിനിമാ കഥയല്ല. യഥാർത്ഥ ജീവിതത്തിൽ ആരാണ് അവിടെ കൃത്യമായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടെത്തിച്ചത്? എങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹു കൃത്യം അദ്ദേഹത്തിൻ്റെ ആടുകളുടെ അടുക്കൽ തന്നെ എത്തി, അല്ലെങ്കിൽ സൈനബ് റളിയല്ലാഹുവിൻ്റെ ആട്ടിടയനും ആടുകളുടെ അടുക്കൽ എത്തി? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ഇന്നഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുൽ തവക്കുലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹവും വാങ്ങി അദ്ദേഹം മക്കത്തെത്തിയപ്പോൾ കൃത്യം എത്തിക്കേണ്ടടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. അപ്പോൾ അതാ പറഞ്ഞത്, പറ്റുമെങ്കിൽ കുറച്ചും കൂടി ചെറുപ്പക്കാരായ ആളുകൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ആകർഷിക്കണം, കൊണ്ടുവരണം. അത് ഈ പറയുന്ന ആളുടെ പ്രത്യേകതയല്ല. കാരണം എന്താ, നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം. ഇതിന് തരാൻ കഴിയുന്ന ആവേശം നമുക്ക് ഒരു സിനിമക്കും തരാൻ കഴിയില്ല. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജം, രസം വേറൊരു സീരിയൽ കണ്ടാലും നമുക്ക് കിട്ടൂല. അത്രയും അധികം ആവേശകരമായ ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങൾ. അതുകൊണ്ട് ഒറ്റ ക്ലാസ്സിൽ അവരൊക്കെ പങ്കെടുത്താൽ മതി, പിന്നെ അവരിത് ഒഴിവാക്കിയിട്ട് പോകില്ല. അത് എൻ്റെ ക്ലാസ് അവതരിപ്പിക്കുന്ന ആളുടെ പ്രത്യേകതയല്ല, മറിച്ച് ക്ലാസ്സിൽ പറയപ്പെടുന്ന ആളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ മഹത്വമാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പിന്നെ അതിനുശേഷം കുറച്ച് രഹസ്യമായി ഭയങ്കര സന്തോഷമായി, എത്തേണ്ടടുത്താണല്ലോ എത്തിയത്, രഹസ്യമായി ആട്ടിടയനോട് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഞാനൊരു കാര്യം ചെയ്താൽ, ഹല്ലക അൻ ഉഅതീക ഷൈഅൻ, ഞാൻ നിനക്കൊരു സാധനം തന്നാൽ രഹസ്യമായി ആരും അറിയാതെ ഈ പറഞ്ഞ ഈ ആടുകളുടെ ഉടമസ്ഥയായ സൈനബിന് നിനക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം, എൻ്റെ യജമാനത്തെയാണല്ലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പതുക്കെ കയ്യിലുണ്ടായിരുന്ന ആ മോതിരമെടുത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ ആട്ടിടയന് കൊടുത്തു. റസൂലുള്ളാഹി ആദ്യമേ മോതിരം എന്തിനാണ് കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ല, ആവശ്യം വരും, വേറൊന്നും പറഞ്ഞില്ല, ഈ മോതിരം നീ ആ യജമാനത്തേക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആട്ടിടയൻ വളരെ വിശ്വസ്തയോടുകൂടി ആ മോതിരം കയ്യിൽ സ്വീകരിച്ചു. നേരെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി ഈ മോതിരം കൊടുത്തു. മോതിരം കയ്യിൽ കിട്ടിയുടനെ സൈനബ് റളിയല്ലാഹു അൻഹ കാര്യം മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അന്വേഷിച്ച് ആരെ ഒരാളെ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവർ ചോദിച്ചു, എവിടെ ഇയാൾ, എന്താ ഇയാൾ പറഞ്ഞത്? ഇയാൾ ഇന്ന സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്, എന്നോട് നിങ്ങൾക്ക് ഈ മോതിരം തരാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് അയാൾ ഉള്ള സ്ഥലവും നിങ്ങളോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ കാര്യം മനസ്സിലായി, തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് പറ്റിയൊരു തെറ്റുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു, പകലിലായിരുന്നു അവർ യാത്ര ചെയ്തത്, രാത്രിയായിരുന്നു യാത്ര ചെയ്യേണ്ടത്. അബൂ സുഫിയാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പകലിലായിപ്പോൾ യാത്ര ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം ആ തെറ്റ് അവർ ആവർത്തിച്ചില്ല. രാത്രി ആകുന്നത് വരെ അവരെ കാത്തുനിന്നു. രാത്രി ആയപ്പോൾ വളരെ രഹസ്യമായിട്ട് ഈ ആട്ടിടയൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ ഒളിച്ചുപോയി. അവിടെ സെയ്ദ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും സൈനബ് റളിയല്ലാഹു അൻഹ ആദ്യം അവരോട് കയറാൻ പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹു ആദ്യം കയറി. അവരുടെ പിന്നിലായി കുറച്ച് പിന്നിൽ സൈനബ് റളിയല്ലാഹു അൻഹയും ഇരുന്ന് അവർ യാത്ര ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. പക്ഷേ ഈ രോഗം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ രോഗത്തിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും അവരിൽ നിലനിന്നുകൊണ്ടിരുന്നു. അവസാനം ഹിജ്റ 8ാമത്തെ വർഷമായപ്പോൾ ഇതേ പ്രശ്നം കൊണ്ട്, ഇതേ ബ്ലീഡിങ് കൊണ്ട് ആ രോഗത്തിൻ്റെ പേരിൽ തന്നെ അവർ മരണമടഞ്ഞു. ഉമ്മു അത്തിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരുടെ മകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇഗ്സിൽനഹ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക്, ഒന്നെങ്കിൽ നിങ്ങൾ 3 അല്ലെങ്കിൽ 5 വട്ടം
അല്ലെങ്കിൽ 7 വട്ടം, അങ്ങനെ ഒറ്റ വട്ടമായിട്ട് നിങ്ങൾ കുളിപ്പിക്കണം. ഈ രണ്ടല്ല, ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കുക, അല്ലെങ്കിലോ 2 പ്രാവശ്യം കുളിപ്പിച്ച് നിർത്തരുത്, പിന്നെ 3 പ്രാവശ്യം കുളിപ്പിക്കണം. ഒറ്റയായിട്ട് നിങ്ങൾ കുളിപ്പിക്കണം. അവസാനത്തിൽ നിങ്ങൾ കുറച്ച് കർപ്പൂരം ചേർക്കണം. നിങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഉമ്മഅത്തി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവിടുന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അവിടുത്തെ മേൽമുണ്ട് ഊരി ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, അശ്ഇർനഹ ഇയ്യാ. അശ്ഇർന എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലേക്ക് പറ്റി നിൽക്കുന്ന ഭാഗം ഈ മേൽമുണ്ടാക്കണം. കാരണം 2-3 പൊതിയല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ പൊതിയലില്ലേ, ശരീരത്തോട് പറ്റി നിൽക്കുന്ന പൊതിയൽ, ആ പൊതിയൽ എൻ്റെ ഈ മേൽമുണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഞങ്ങൾ ആ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ മേൽമുണ്ട് വെച്ച് സൈനബ് റളിയല്ലാഹു അൻഹയെ പൊതിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഷെയ്ഖ് ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഹനീ അല്ലക ലി സൈനബ്, യാ സൈനബ് ഹനി അല്ലക, സൈനബെ നിനക്ക് മംഗളാശംസകൾ. ഞങ്ങൾ ഈ സംഭവത്തെ കാണുന്നത് ഒരു ഉപ്പ മകൾക്ക് തൻ്റെ മേൽവസ്ത്രം കൊടുത്തു എന്ന രീതിയിലല്ല, മറിച്ച് സാധാരണക്കാരിയായ ഒരു പെണ്ണിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനിയോട് ഒട്ടി നിന്ന ഒരു വസ്ത്രം, ആ മുബാറക്കായ വിയർപ്പും മണവും ഒക്കെ പറ്റിയിട്ടുള്ള ആ സുഗന്ധപൂർണമായ ആ ഒരു വസ്ത്രം പുതച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ ഇനി കിടന്നുറങ്ങാലോ. ഒരു പക്ഷേ ഇങ്ങനെ ശത്രുവിൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ കാരണത്താൽ വധിക്കപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദീങ്ങളുടെ കൂട്ടത്തിലാണ് അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നൂല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മേൽമുണ്ടും പുതച്ചുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിൽ ജന്നത്തുൽ ബഖീഇൽ കിടന്നുറങ്ങുന്നുണ്ടാവും. ഹനി അല്ലക്ക്, എത്ര മംഗളാശംസകളാണ് ഉപ്പ മകൾക്ക് കൊടുത്തു എന്നതിലപ്പുറം അഷ്റഫുൽ ഖൽക്കിൻ്റെ മേൽമുണ്ടും പുതച്ച് സൈനബ് റളിയല്ലാഹു അൻഹ ഉറങ്ങുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വല്ലാതെ വേദനിപ്പിച്ചു. ഹബ്ബാർ ഇബ്നുൽ അസ്വദ്, ഓർമ്മയാണ് ആരാ താഴെട്ട്, നാഫി ഇബ്നു അബ്ദുൽ ഖൈസ്, ഹബ്ബാർ ഇബ്നുൽ അസ്വദ്. മെയിൻ ആളാരാ, ഹബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അയാളോട് ശക്തമായ ദേഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. കാരണം എന്താ, കൊലയാളിയാണ്, അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്തു. വയറ്റിലുള്ള കുഞ്ഞിനോട് പോലും അയാൾ കരുണ കാണിച്ചിട്ടില്ല, ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റാ ചെയ്തത്. അതുകൊണ്ട് തന്നെ സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ ഹബ്ബാബൻ ഇല്ലാ തഗയ്യദ അലൈഹി. എപ്പോഴൊക്കെ ഹബ്ബാറിനെ കുറിച്ച് പറയോ അപ്പോഴൊക്കെ റസൂലുള്ള കോപം കൊണ്ട് ജ്വലിക്കുമായിരുന്നു. എപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സൈനിക സംഘങ്ങളെ അയക്കുമായിരുന്നു, അപ്പോഴൊക്കെ അവരോട് പറയും, എവിടേക്കെങ്കിലുമൊക്കെ അയക്കുമ്പം ആ അയക്കുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നു, ഇൻ ലഫിർതും ബി ഹബ്ബാർ, നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്ക് ഹബ്ബാറിനെ കിട്ടിയാൽ ഫഖ്തഉ യദൈഹി വരിജ്ലൈഹി, അവൻ്റെ കയ്യും കാലും നിങ്ങൾ വെട്ടണം, സുമ്മദ്രിബു ഉനഖഹു, എന്നിട്ട് അവൻ്റെ കഴുത്ത് വെട്ടണം. ആദ്യം കയ്യും കാലും വെട്ടിയിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വാണ്ടഡ് ലിസ്റ്റിൽ അദ്ദേഹത്തെ പെടുത്തി. എവിടെ വെച്ച് കണ്ടാലും കൊല ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രയും വലിയ വൃത്തികേട് ചെയ്ത ആളാണല്ലോ, കുറ്റം ചെയ്ത ആളാണല്ലോ. സുബൈർ അള്ളാഹിന് പറയാം, വല്ലാഹി ലഖദ് കുന്തു അത്ലുബുഹു അസ്അലു അൻഹു, ഞാൻ അയാളെ ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. എപ്പോഴും എവിടെ പോയാലും അയാളെപ്പറ്റി ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം എന്താ, റസൂലുള്ളാഹിക്ക് വേണ്ടി അയാളെ കൊല്ലാൻ വേണ്ടി, അയാളെ കയ്യും കാലും വെട്ടാൻ വേണ്ടിയിട്ട്. ഹിജ്റ 7-ാം വർഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. പിൽക്കാലത്താണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത്. ഹിജ്റ 7-ന് ശേഷമുള്ള സംഭവമായിരിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അധികവും പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാം, എന്നെയും എൻ്റെ കുറച്ച് ചങ്ങാതിമാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനിക നീക്കത്തിന് വേണ്ടി അയച്ചു. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതെപ്പോഴാണ്, സൈനബ് റളിയല്ലാഹുവിൻ്റെ ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത്, ബദറിൻ്റെ ശേഷമാണ് നടക്കുന്നത്. പക്ഷേ ഹിജ്റ 7-ന് ശേഷം ഒരു സൈന്യത്തെ അയക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഇൻ ലഫിർതും ബി ഹബ്ബാർ ഫഹർരിഖൂഹുമാ ബിന്നാർ, നിങ്ങൾ പോകുന്ന വഴിക്ക് ഹബ്ബാറിനെ കണ്ടാൽ അവനെ തീ കൊണ്ട് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞു. അത്രക്കും ദേഷ്യം റസൂലുള്ളാഹി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓക്കെ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു. പിറ്റേത് രാവിലെ ആയിരുന്നു ഞങ്ങൾക്ക് യാത്ര പുറപ്പെടേണ്ടത്. രാവിലെയായി ഞങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടി പോകുമ്പോൾ റസൂലുള്ളാഹി വീണ്ടും ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി കുന്തു അമർത്തുക്കും ബി തഹ്രീഖി ഹാദൈനി റജുലൈനി ഇൻ അഖ്തുമൂഹുമാ, ഈ 2 പേരെ കണ്ടാൽ നിങ്ങളോട് ഞാൻ തീ കൊണ്ട് കത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്ക് വിവരം ലഭിച്ചു, വഹി ലഭിച്ചു, തീ കൊണ്ട് കത്തിക്കാൻ, ശിക്ഷിക്കാൻ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അനുവാദമില്ല എന്ന് മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് തൽക്കാലം തീ കൊണ്ട് കത്തിക്കണ്ട, നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊന്നു കളയണമെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ എന്ന് പറഞ്ഞു, ആ സൈനിക സംഘത്തിൽ ഞങ്ങൾ പോയെങ്കിലും ഈ ഹബ്ബാറിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, 4 ഭാഗത്തും സഹാബാക്കൾ ഈ ഹബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന ആ വൃത്തികെട്ട ആളെ, ആ ക്രൂരനായ ആളെ തേടി നടക്കുക. എല്ലാവരും അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള സഹാബാക്കളുടെ സംഘങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ പിടിച്ചു കെട്ടുന്നതിന് മുമ്പ് മറ്റൊരു മഹാസംഭവം അദ്ദേഹത്തെ പിടിച്ചു കെട്ടി. ഹബ്ബാർ ഇബ്നുൽ അസ്വദിന് സഹാബാക്കൾക്ക് ആർക്കും പിടികിട്ടിയില്ല. പക്ഷെ വേറൊരു സാധനം അദ്ദേഹത്തെ പിടികൂടി. എന്തായിരിക്കും അത്?
ഇനായത്തുല്ലാഹി തആല വറഹ്മതുഹു വഹിദായത്തു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് സഹാബാക്കൾ പിടികൂടുന്നതിന് മുമ്പ് ഹബ്ബാർ ഇബ്നുൽ അസ്വദിനെ പിടികൂടി മക്കം ഫതഹിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തൗബയുടെ മനസ്സുമായി കരഞ്ഞുകൊണ്ട് പശ്ചാത്താപ മനസ്സുമായി അദ്ദേഹം വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കം ഫതഹിൻ്റെ അന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഹബ്ബാർ കയറി വന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ചാടി എഴുന്നേറ്റ് കൊല്ലാൻ വേണ്ടി, എവിടെ കണ്ടാലും കൊല്ലണമെന്നല്ല പറഞ്ഞേ, കൊല്ലാൻ വേണ്ടി ചാടി എഴുന്നേറ്റ്. റസൂൽ പറഞ്ഞു വിട്ടേക്ക്, അവന് പറയാനുള്ളത് കേൾക്കാം. അവൻ്റെ മുഖം കണ്ടിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പശ്ചാത്താപ മനസ്സുമായി വരികയാണെന്ന് തോന്നുന്നു. പിന്നെ അയാൾ വന്നു. എന്നിട്ട് ഓരോരോ കാരണങ്ങൾ റസൂലിനോട് പറയാൻ തുടങ്ങി. എനിക്ക് അറിവില്ലായ്മയുടെ പേരിൽ സംഭവിച്ചാണ്, ജാഹിലിയ കാലത്ത് സംഭവിച്ചാണ്, ഇപ്പോൾ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹമുണ്ട്, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കുമോ എന്നൊക്കെ ചോദിച്ച് കാരണം ബോധിപ്പിക്കാൻ തുടങ്ങി. സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി. ഹബ്ബാർ ഇങ്ങനെ കാരണം ബോധിപ്പിക്കുന്നത് കേട്ടിട്ട് റസൂലുള്ള തല താഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ ആ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി വന്നാൽ ഇനി പ്രതികാരമെടുക്കാൻ റസൂലുള്ളാഹിക്ക് അനുവാദമില്ല. വജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തൊട്ടുടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി, ലഖദ് അഫൗതു അൻക, ഹബ്ബാറെ നിനക്ക് ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു. വൽ ഇസ്ലാമു യജുബ്ബു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിന് മുമ്പുള്ള മുഴുവൻ കാര്യങ്ങളെയും പൊളിച്ചു കളയും കേട്ടോ. ഇനി മുതൽ ഹബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. കുറച്ചു മുമ്പ് വരെ ഏറ്റവും ക്രൂരനായിരുന്നു, ഏറ്റവും വൃത്തികെട്ടവനായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റസൂലുള്ളാഹിക്ക് പോലും പ്രതികാരം എടുക്കാനുള്ള അവകാശമില്ല. ഇനി നമ്മൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും ഈ ഒരു ഹബ്ബാറിൻ്റെ ചെരുപ്പിൽ പറ്റിയ ഒരു പൊടിയുടെ അത്രയും പോലും സ്ഥാനത്തേക്ക് ഉയരുകയില്ല. കാരണം എന്താ? അദ്ദേഹം സഹാബിയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ ഒരിക്കലെങ്കിലും കണ്ണുകൊണ്ട് കണ്ട് അവിടുത്തെ കരത്തിൽ ബൈഅത്ത് ചെയ്ത് വിശ്വസിച്ച സഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ കുറേ മക്കം ഫത്ത് വരെയുള്ള കഥകൾ പറഞ്ഞു. അത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അബുൽ ആസിബിൻ റബി എന്ന തടവുകാരനുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇത്രയും നമുക്ക് പറയേണ്ടി വന്നത്. ഇനി ബദറിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതാരാണെന്നറിയോ? ഉമൈർ ഇബൻ അബി സുഫിയാൻ, അമ്ർ ഇബൻ അബി സുഫിയാൻ. അബൂ സുഫിയാൻ്റെ ഒരു മകൻ അമ്ർ, അദ്ദേഹം ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ്റെ 2 മക്കൾ ബദറിൽ പുറപ്പെട്ടിരുന്നു. അതിൽ ഹദ്ദല എന്ന് പറഞ്ഞ ഒരു മകൻ ബദറിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ വേറൊരു മകനെ ബദറിൽ പിടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഫിദിയ കൊടുത്ത് അവരുടെ തടവുകാരെ മോചിപ്പിച്ച് ആ സമയത്ത് അബൂ സുഫിയാൻ്റെ ആളുകൾ പോയിട്ട് പറഞ്ഞു, നിൻ്റെ മകനും പിടിക്കപ്പെട്ടിട്ടില്ലേ, അവന് ഫിദിയ കൊടുത്ത് പെട്ടെന്ന് മോചിപ്പിക്കുക. അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഞാനൊരിക്കലും അത് ചെയ്യൂല. യജ്മഉ അലയ്യ ദമി വമാലി, എൻ്റെ രക്തം അവർ ചീന്തി, എൻ്റെ ഒരു മകനെ കൊന്നു, ഇനി മറ്റൊരു മകന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവർക്ക് പൈസ കൊടുക്കണമെന്നോ? അത് ഞാൻ ഒരിക്കലും ചെയ്യൂല. അവരെത്രയാന്ന് വെച്ചാൽ അവനെ പിടിച്ചു വെച്ചോട്ടെ, അവർക്ക് മടുക്കും അവനെ വിട്ടോട്ടെ, ഞാൻ ഒരിക്കലും ഫിദിയ കൊടുക്കൂല എന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് അബൂ സുഫിയാനെ നന്നായിട്ടറിയാം. സ്വന്തം മകനെ അങ്ങനെ ശത്രുപാളയത്തിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന ആളല്ല അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞല്ലോ, ചില വില്ലന്മാരുണ്ട്, നമുക്ക് ആ വില്ലന്മാരോട് ഭയങ്കര ബഹുമാനമായിരിക്കും, അവരോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ ഏകദേശം മക്കം ഫതഹിന് ശേഷമാണ് അബൂ സുഫിയാൻ മുസ്ലിമായത്. അതുവരെ വില്ലൻ റോളിലാണ് നമ്മുടെ കഥയിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വരുന്നത്. അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് അള്ളാഹു അബൂ സുഫിയാന് ഹിദായത്ത് കൊടുത്തത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലും അബൂ ജഹലിൻ്റെ വിഷയത്തിലും അള്ളാഹിനോട് ദുആ ചെയ്തു. ആരുടെ വിഷയത്തിൽ ദുആ സ്വീകരിക്കപ്പെട്ടത്? ഉമർ അള്ളാഹിൻ്റെ വിഷയത്തിൽ ദുആ സ്വീകരിക്കപ്പെട്ടത്. കാരണം എന്താ? രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അബൂ ജഹൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അസൂയയും അഹങ്കാരവും കുശുമ്പും എല്ലാ വൃത്തികേടുകളും ഒരുമിച്ച് കൂടിയവനായിരുന്നു. പക്ഷെ ഉമർ അള്ളാഹിന് അങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാമിനോട് ആദ്യകാലത്ത് ശത്രുത ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിലൊരു ആ ശത്രുതക്കൊരു ന്യായം ഉണ്ടായിരുന്നു. ഉള്ളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു ആദർശത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ശത്രുത വെച്ച് പ്രകടിപ്പിച്ചു. അതേപോലെയായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നല്ല ഹൃദയത്തിനുടമയായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഹിദായത്ത് നൽകിയത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജനങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ മോചിപ്പിക്കൂല. അപ്പോൾ ആ സമയത്താണ് ബനു അമ്ർ ഇബ്നു ഔഫ് എന്ന ഗോത്രം, ഈ ഖുബ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മദീനത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹിനെ സ്വീകരിച്ച ബനു അമ്ർ ഇബ്നു ഔഫ് ഗോത്രത്തിൽപ്പെട്ട സഅദ് ഇബ്നു നുഅ്മാൻ ഇബ്നു അക്കാൽ എന്ന് പറഞ്ഞ ആൾ
ചുരുക്കി പറയാട്ടോ, സമയം കുറേ ആയി. സഅദ് ബിൻ നുഅ്മാൻ ബിൻ അക്കാൽ എന്ന് പറഞ്ഞ ആൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരാളെയും ആരും ഉപദ്രവിക്കുമായിരുന്നില്ല. അത് ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ ആരും ഉപദ്രവിക്കാൻ പാടില്ലാണ് പൊതു നിയമം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വയസ്സായ ഇയാളും ഒരു ചെറിയ പെൺകുട്ടിയും കൂടി ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ പറഞ്ഞ സഅദ് ബിൻ നുഅ്മാൻ ബിൻ അക്കാൽ എന്ന് പറഞ്ഞ ആളെ പിടിച്ചു കെട്ടി. എന്നിട്ട് അപ്പം തന്നെ അന്നത്തെ ഏറ്റവും വലിയ മീഡിയ ആയിരുന്ന ഒരു പദ്യം പാടുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും ഈ ബനു അംർ ബിൻ ഔഫ് എന്ന് പറഞ്ഞ ഗോത്രത്തിൻ്റെ അടുക്കലേക്കും അയച്ചു. അങ്ങനെ ആ പദ്യം കിട്ടിയ ഉടനെ റസൂലുള്ളാഹി ആദ്യം ചെയ്തത് എന്താ, അത് പറയാനും കൂടിയാണ്, പദ്യമൊക്കെ ഉണ്ട് വായിക്കണമെന്നുണ്ട്, പക്ഷേ സമയമായതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്താ, തിരിച്ച് ഹസ്സാൻ ബിൻ സാബിത്തിനെ കൊണ്ട് ഒരു പദ്യം പാടിപ്പിക്കുകയത്. ഇങ്ങോട്ടേക്ക് ഒരു 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 ആയുധം പോലെയാണ് അവർ, അന്നത്തെ ഏറ്റവും പവർഫുൾ മീഡിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ. പദ്യം പാടിയിട്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ഹസ്സാനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് റസൂലുള്ളാഹി ആദ്യം ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടൊരു പദ്യം പാടിപ്പിച്ചു. അതിനുശേഷം ബനു അംർ ബിൻ ഔഫ് ഗോത്രം വന്നിട്ട് പറഞ്ഞ റസൂലുള്ളാഹി സഅദ് ബിൻ നുഅ്മാൻ എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരു പാവം മനുഷ്യനാണ്, അദ്ദേഹത്തെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അബൂ സുഫിയാൻ്റെ മകനെ കൊടുത്തിട്ട് നമുക്ക് ആ വയസ്സായ മകനെ തിരിച്ചു വാങ്ങിച്ചൂടെ? റസൂലുള്ളാഹി സമ്മതിച്ചു. വേറെ പ്രത്യേകിച്ച് വാശി പിടിച്ചിട്ടൊന്നുമില്ല. ഒരു വയസ്സായ മനുഷ്യനെ വെച്ചിട്ട് വില പേശാനൊന്നും റസൂലുള്ളാഹി നിന്നില്ല. അബൂ സുഫിയാൻ ആ മകനെ തിരിച്ചു കൊടുത്തു. അബൂ സുഫിയാനും മാന്യനാണ്, ഈ പിടിച്ചു വെച്ച രണ്ടാളെ അദ്ദേഹവും തിരിച്ചു കൊടുത്തു. അതോടുകൂടി ആ കഥയും അവിടെ അവസാനിച്ചു. അപ്പം മനസ്സിലാക്കണം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. അതിനുശേഷം ബദർ യുദ്ധത്തിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മക്കത്ത് ഭയങ്കര വിഷമാവസ്ഥയാണുള്ളത്. മക്കത്ത് ആ വാർത്ത എത്തുന്നതും ആ സമയത്ത് അബൂലഹബിന് വിറളി പിടിക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ മക്ക മുശ്രിക്കുകൾ മുഴുവനും വിഷമത്തിലിരിക്കുന്ന സമയത്ത് മക്കയിൽ കാബയുടെ അടുത്ത് ഹിജർ ഇസ്മായിലിൻ്റെ അരികത്തായിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകൻ സഫ്വാൻ. ആരൊക്കെ മരിച്ചിട്ടുണ്ട്? സഫ്വാൻ്റെ ഉപ്പ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബദറിൽ മരിച്ചിട്ടുണ്ട്. അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ ഒരു സഹോദരൻ അലി ബദറിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇയാളും അതേപോലെ തന്നെ ഉമൈർ ഇബ്നു വഹബ് എന്ന് പറഞ്ഞ ആളും. ഉമൈർ ഇബ്നു വഹബ് ആരാ? ഉമൈർ ഇബ്നു വഹബ് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ മുസ്ലിമീങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒരാളെ അയക്കൂലേ, ബദർ യുദ്ധം ഇങ്ങനെ രണ്ടുപേരും സഫായി നിൽക്കുമ്പം അയാളാണ് ആര്? ഉമൈർ ഇബ്നു വഹബ് അൽ ജും. ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി എന്ന് പറഞ്ഞാൽ അയാൾ അറിയപ്പെടുന്നത് തന്നെ ഷൈത്താനുൻ മിൻ ഷയാത്തീനി ഖുറൈശ്. ഓർമ്മ വെക്കണേ, അയാൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഷൈത്താനും മിൻ ഷയാത്തീനി ഖുറൈശ്. ഖുറൈശികളുടെ കൂട്ടത്തിലെ ഷൈത്താന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ ഷൈത്താൻ. അയാളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും വലിയ ശത്രുവാണ് ഉമൈർ ഇബ്നു വഹബ് അൽ അൻസാരി. ഇവർ രണ്ടുപേരും ഹിജ്ർ ഇസ്മായിലിൻ്റെ അടുക്കൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാം. ഈ സമയത്ത് സഫ്വാൻ പറഞ്ഞു, പിന്നെ എന്താ വക്കാന ഇബ്നു വേറൊരു പ്രശ്നമുണ്ട്. ഈ ഉമൈർ ഇബ്നു വഹബിൻ്റെ മകൻ വഹബ് ബിൻ ഉമൈർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, വല്ലാഹി മാ ഫിൽ ഐഷി ബഅദഹും ഖൈർ. നമ്മുടെ ഉപ്പാപ്പമാരെല്ലാവരും മരണപ്പെട്ട് അവരൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ജീവിക്കാൻ തന്നെ ഒരു രസമില്ല. അപ്പോൾ ഈ ഉമൈർ പറഞ്ഞു, സദഖ്ത്, നീ പറഞ്ഞത് ശരിയാണ്. വല്ലാഹി ലൗലാ ദൈനുൻ അലയ്യ ലൈസ ഇൻദി ഖദാഉ. എൻ്റെ അടുക്കൽ വീട്ടൽ നിർബന്ധമായ കടവും കുടുംബ പ്രാരാബ്ദവും മക്കളും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ മദീനത്ത് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ മുഹമ്മദിനെ വധിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു. കാരണം എനിക്ക് അവിടെ പ്രവേശിക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. എനിക്ക് ബാക്കിയുള്ള ആളെ പോലെയല്ല, എനിക്ക് അവിടെ പ്രവേശിക്കാൻ വേണ്ടി ഒരു കാരണം. എന്താ? എൻ്റെ മകൻ അവിടെ തടവുകാരനായി പിടിക്കപ്പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അവന് ഫിദിയ നൽകാൻ വേണ്ടി വരുന്നതാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കവിടെ ഈസി ആയിട്ട് ഉള്ളിൽ കടക്കാം. പക്ഷേ എനിക്ക് കടം കുറച്ച് വീട്ടാനുണ്ട്, എൻ്റെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ട്. ഈ രണ്ട് പേടിയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം പോയിട്ട് മുഹമ്മദിനെ വക വരുത്തിയിട്ട് തിരിച്ചു വരുമായിരുന്നു എന്ന് ഒരു ആത്മകഥം ആര് ചെയ്തു? ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി എന്ന ഷൈത്താനുൻ മിൻ ഷയാത്തീനി ഖുറൈശ് എന്ന് പറഞ്ഞ ആ ശത്രു ഒരു ആത്മകഥം ചെയ്തു. ഇത് കേട്ട ഉടനെ സഫ്വാൻ ഇബ്നു ഉമയ്യ അത് മുതലാക്കി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടാം. ദൈനുക അലിയ, നിൻ്റെ മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടു. നിൻ്റെ മക്കൾ ഇനി മുതൽ എൻ്റെ മക്കളാണ്. അവർ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ കഴിയും. ഞാൻ അവർക്ക് വേണ്ടി മുഴുവൻ ചെലവുകളും ചെയ്യും. നീ പോയി ഈ പറഞ്ഞ ദൗത്യം ചെയ്ത് വരുവാണെങ്കിൽ വളരെ സന്തോഷമായി. ഇത് കേട്ടിട്ട് ഉമൈർ ഇബ്നു വഹബ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇത് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല, രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞ് അയാൾ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന വാളിൽ കുറച്ച് വിഷം പുരട്ടിയിട്ട് വലിയൊരു മാരകായുധമാക്കി മാറ്റിയിട്ട് അതും കയ്യിൽ കരുതിയിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. അങ്ങനെ മദീനത്തെത്തി മദീനയുടെ ഉള്ളിൽ കയറി. അൻസാരികളായ സഹാബാക്കൾക്ക് ഇയാൾ ആരാന്നറിയില്ല. ആരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൻ തടവുകാരനായി പിടിക്കപ്പെട്ടിട്ടുണ്ട്, അയാളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അൻസാരികളായ സഹാബാക്കൾ ഉള്ളിലേക്ക് കടത്തിവിട്ടു.
മസ്ജിദ് നബവിയുടെ അടുക്കലെത്തി. ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തിച്ചു. കയ്യിൽ വാളുകളുമായി ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്നത് ദൂരെ നിന്ന് ഒരാൾ കണ്ടു. ആരാണത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മസ്ജിദ് നബവിയുടെ തൊട്ടടുക്കൽ നിന്ന് സഹാബാക്കളായ അൻസാറുകളായ കുറച്ച് സഹാബികളുടെ കൂടെ ബദറിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ വിജയത്തെക്കുറിച്ചും മലക്കുകൾ ഇറങ്ങിയതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു വിജയകരമായ പരിപാടി നടത്തിയാൽ അതിൻ്റെ ശേഷം 2-3 ദിവസങ്ങൾ നമ്മൾ നമസ്കരിക്കാനൊക്കെ വന്നാൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പരിപാടിയെക്കുറിച്ചാണ് പറയുക, അൽഹംദുലില്ലാ വളരെ നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ നമസ്കാരത്തിന് ശേഷം പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് അൻസാരി സഹാബാക്കളും ബദറിൽ കിട്ടിയ വിജയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ഈ ഉമൈർ ഒട്ടകത്തേക്ക് ഇങ്ങനെ നിർത്തിയിട്ട് വാളും തൂക്കി വരുന്നത് കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് കള്ളപ്പള്ളകി. അൻസാരി സഹാബാക്കളെ പോലെ അല്ലല്ലോ, ഉമർ റളിയല്ലാഹു കറക്റ്റ് അറിയാം ആരാണ് ഈ ഉമൈർ എന്ന്, ഷെയ്ത്താനാണെന്ന് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു കള്ളപ്പള്ളകി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഹാദൽ കൽബ് അദുവല്ലാഹ്, ഇവൻ കൽബ്, കൽബിൻ്റെ അർത്ഥം വെക്കണ്ടാലോ, ഇവൻ കൽബ് അള്ളാഹുവിൻ്റെ ശത്രു ഉമൈർ ഇബ്നു വഹബാണ്. മാ ജാ ഇല്ലാ ലിശർ, എന്തോ ഒരു ദോഷം ചെയ്യാൻ, ദ്രോഹം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത്. അവന് വെറുതെ വിടാൻ പാടില്ല. വഹുവല്ലദീ ഹറശ ബൈനനാ വഹസറനാ ലിൽഖൗമി യൗമ ബദർ, ബദറിന്റെ ദിവസത്തിൽ കൃത്യം നമ്മുടെ കണക്കെടുത്തിട്ട് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്ത വൃത്തികെട്ടവനാണ് അവൻ, അവനെ വെറുതെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഹാദാ അദുവല്ലാഹ് ഉമൈർ ഇബ്നു വഹബ് ഖദ് ജാഅ മുതവശ്ശിയൻ സൈഫ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമൈർ ഇബ്നു വഹബ് വാളും ഊരി പിടിച്ച് വന്നിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? ഞാൻ അവൻ്റെ തല അറുക്കട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിക്ക് ഒരു പേടിയില്ല, ഒരു കൂസലുമില്ല. എത്ര വലിയ ശൈത്താൻ വന്നാലും റസൂലുള്ളാഹി ഭയങ്കര കൂളാണ്, സൂപ്പർ കൂളാണ്. അതുകൊണ്ട് ഫഅദ്ഖിൽഹു അലയ്യ, അവനോട് ഇങ്ങ് വരാൻ പറ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഉറയിൽ വിഷം പുരട്ടിയ വാളുമായിട്ട് ഒരാൾ വന്നാൽ അയാൾക്ക് ഈ ശത്രുവിൻ്റെ മുമ്പിലൊന്ന് നിൽക്കാനുള്ള അവസരം കിട്ടിയാൽ മതി എന്നാണ് അറബികൾക്കിടയിൽ. അങ്ങനെ കിട്ടിയാൽ പിന്നെ ഈ മുമ്പിലിരിക്കുന്ന ആൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് രഹസ്യം പറയാനോ ഇങ്ങനെ തിരിയുന്ന ചെറിയൊരു സമയം ഉണ്ടെങ്കിൽ മുമ്പിലുള്ള ആൾക്ക് അയാളെ കൊല്ലാനാണ്. ചിലപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ആൾ ഇയാളെ കൊല്ലുമെങ്കിലും ആ മുമ്പിൽ നിന്ന് കിട്ടിയാൽ പിന്നെ ആ ദൗത്യം തീർക്കാൻ വേണ്ടി സാധിക്കുന്നു. കാരണം വിഷം പുരട്ടിയ വാളാ കയ്യിലുള്ളത്. റസൂലുള്ളാഹിക്ക് അതൊന്നും ഒരു പേടിയില്ല. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അദ്ഖിൽഹു അലയ്യ, ഓൻ ഇങ്ങ് കയറ്റി വിട്ടേന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, കയറ്റി വിടാനോ? അതെ, കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് فأقبل عمر حتى أخذ بحمالة سيفه في عنقه. ഉമർലാൻ്റെ സൂക്ഷ്മം നോക്കണേ. ഈ വാളിങ്ങനെ ശരീരത്തോട് ബന്ധിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു കയറ് പോലത്തെ ഒരു സാധനം അവരിടാറുണ്ട്. കയറ് അല്ലെങ്കിൽ ഒരു അണപ്പട്ട, എന്താ പടച്ചട്ട, അതുപോലത്തെ ഒരു സാധനമുണ്ട് വാള് കെട്ടിയിടാൻ. ഉമർലാൻ അതിങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ പിരടിയിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കയറിട്ട് വലിക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റി വലിച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഉമർലാൻ കുറച്ച് അൻസാരി സഹാബാക്കളെ വിളിച്ചു, 5-10 ആൾക്കാർ. എന്നിട്ട് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഇവൻ്റെയും ചുറ്റും നിൽക്കണം, ഏത് സമയം അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി നോക്കണം, കൃത്യം വന്ന് എന്തിനാന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, 10 അൻസാരി സഹാബാക്കളോട് പറഞ്ഞു, ഏത് സമയവും ഇവൻ റസൂലുള്ളാഹിൻ്റെ മേലെ ചാടി വീഴാനുള്ള സാധ്യതയുണ്ട്, ഇവൻ അത്രയും വൃത്തികെട്ടവരാണ്, നിങ്ങൾ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞൊരു 5-10 അൻസാരി സഹാബാക്കളെ തയ്യാറാക്കി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു ആടിനെ കൊണ്ടുവന്ന പോലെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടുവന്ന പോലെ ഇങ്ങനെ പിടിച്ച് വലിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ട് രണ്ടുപേരും ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഉമൈർ എന്ന് പറഞ്ഞ ആൾ ഇപ്പുറത്തെ ആ ഷൈത്താൻ ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് റസൂലുള്ളാഹി അർസിൽഹു യാ ഉമർ, ഉമറെ ഓനെ വിട്ടേക്ക്. ഉദ്നു യാ ഉമൈർ തഖല്ലഫ് യാ ഉമർ, ഉമൈർ നീ മുന്നിലേക്ക് വാ, ഉമർ നീ പിന്നിലേക്ക് വാ. റസൂലുള്ളാഹിക്ക് തരിമ്പും പേടിയില്ല, തെല്ലും പേടിയില്ല. ആ രംഗങ്ങൾ നിങ്ങൾ ഇനി സങ്കല്പിക്കണേ. ഉമർ റളിയല്ലാഹു അൻഹു ബേജാറോടുകൂടി പിന്നിലേക്ക് പോകുന്നു, ഉമൈർ എന്ന് പറഞ്ഞ ഇയാൾ മുന്നിലേക്ക് വരുന്നു, വാള് കയ്യിലിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, അൻഇമു സബാഹൻ, ഗുഡ് മോർണിംഗ്. അന്നത്തെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു ഗ്രീറ്റിംഗ് വേർഡാണ്, ഒരു തഹിയ്യത്തിൻ്റെ മംഗളത്തിൻ്റെ വാക്കാണ് അൻഇമു സബാഹൻ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമനല്ലാഹു ബി തഹിയ്യത്തിൻ ഖൈറുൻ മിൻ തഹിയ്യതിക യാ ഉമൈർ, നിൻ്റെ ഈ മംഗളാശംസയേക്കാൾ നല്ലൊരു ഗ്രീറ്റിംഗ് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, അത് സ്വർഗവാസികളുടെ മംഗളാശംസയാണ്, അത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമൈർ അതിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മ വല്ലാഹി യാ മുഹമ്മദ് ഇൻ കുൻത ബിഹാ ലഹദീസ് വഹദ, അത് നീ പുതുതായിട്ട് കൊണ്ടുവന്നല്ലേ, നമുക്ക് നമ്മുടെ പഴയ സാധനങ്ങൾ തന്നെ പോരെ എന്ന് പറഞ്ഞു. ഇതിന് മറുപടി റസൂൽ എന്താ കൊടുത്തേ? റസൂലുള്ളാഹിൻ്റെ ഭാഗത്തല്ലേ സത്യം, സലാം അലൈക്കും എന്നല്ലേ പറയേണ്ടത്, ഗുഡ് മോർണിംഗ് എന്നാണോ പറയേണ്ടത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ മറുപടി റസൂൽ എന്താ കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. റസൂൽ തിരിച്ചെന്താ ചോദിച്ചതല്ലോ, ഫമാ ജാഅ ബിക യാ ഉമൈർ, ഉമൈർ നീ എന്തിനാ വന്നേന്ന്. ആ ചർച്ച അവിടെ നിർത്തി. കാരണം എന്താ, നമ്മുടെ ഭാഗത്തല്ലേ ന്യായം, എൻ്റെ ഭാഗത്തല്ലേ സത്യം, ഞാൻ പറയുന്നതല്ലേ ശരി, അസ്സലാമു അലൈക്കും തന്നെയല്ലേ പറയേണ്ടത്, അത് സ്ഥാപിക്കണ്ടേ. തൽക്കാലം ഇപ്പോൾ ആ ചർച്ചയുടെ സമയമല്ല ഇത്. നമ്മൾ എല്ലാ വോയിസിനും മറുപടി കൊടുക്കുക,
എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുക, എല്ലാ ഗ്രൂപ്പിലും കയറി ഒരു അഭിപ്രായം പറയുക, ഒരു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് ആവശ്യമുള്ളിടത്ത് മാത്രം തലവെക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ റസൂലുള്ളാഹിൻ്റെ ഭാഗത്തല്ലേ ന്യായം, സലാം അലൈക്കും എന്നല്ലേ പറയേണ്ടത്. പക്ഷേ തൽക്കാലം ആ ചർച്ചയുടെ സമയമല്ല ഇപ്പോൾ. അവിടെ റസൂലുള്ളാഹി ആ സംസാരം അവസാനിപ്പിച്ച് ഉമൈറിനോട് ചോദിച്ചു, ഫമാ ജാഅ ബിക യാ ഉമൈർ, ഉമൈറെ എന്തിനാ നീ വന്നത് എന്ന് ചോദിച്ചു. ജിത്തു ലിഹാദൽ അസീർ അല്ലദീ ഫീ ഐദീകും ഫഅഹ്സിനൂ ഫീഹ്, നിങ്ങളുടെ അടുക്കലുള്ള ആ തടവുകാരനെ തേടിയാണ് ഞാൻ വന്നത്. എൻ്റെ മകനാണ്, അവനൊന്ന് നിങ്ങൾ ഉപകാരം ചെയ്തിട്ട് എൻ്റെ കൂടെ വിട്ടുതരണം എന്ന് പറഞ്ഞു. ഓഹോ, നീ തടവുകാരനെ പിടിക്കാൻ വേണ്ടി വന്നത്? ആ. ഫമാ ബാലു സൈഫി ഉനക്, അപ്പോൾ പിന്നെ നിൻ്റെ ഈ കഴുത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റിയിട്ടിരിക്കുന്ന ഈ വാള് അതെന്തിനാ? അപ്പോൾ ഖബ്ബഹല്ലാഹു മിൻ സുയൂഫ്, ഈ വാളുകൾ അല്ലാഹു നശിപ്പിക്കട്ടെ. വഹൽ അഗ്നത അന്നാ ശൈഅൻ, ഈ വാളുകൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഛേ, ഈ വാളൊക്കെ എന്തിനാ ഞാൻ വെറുതെ കൊണ്ടുവന്നു എന്നൊരു പൊട്ടം കളിച്ച് അറിയാത്തതുപോലെ. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, ഉസ്തുഖുനി, സത്യം പറ, മല്ലദീ ജിഅത ബിഹി, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ ജിഅത ഇല്ലാ ലിദാലിക്, സങ്കല്പിക്കണേ, രംഗം സങ്കല്പിക്കണം. മാ ജിഅത ഇല്ലാ ലിദാലിക്, ഇതിലല്ലാതെ വേറൊന്നിനുമല്ല, ഞാൻ ആകെ വന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ബൽ അല്ല, ഖഅഅത അൻത വസഫ്വാൻ ഇബ്നു ഉമയ്യ ഫിൽ ഹിജ്ർ, നീയും സഫ്വാൻ ഇബ്നു ഉമയ്യയും ഹിജ്ർ ഇസ്മായിലിൽ ഇരുന്നു. നിങ്ങൾ രണ്ടുപേരും ബദറിൽ മരിച്ചുപോയ നിങ്ങളുടെ കുടുംബക്കാരെക്കുറിച്ച് ഓർത്തു. നീ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് കടമില്ലായിരുന്നെങ്കിൽ, മക്കളുടെ ബാധ്യതയില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി മുഹമ്മദിനെ കൊല്ലും എന്ന് നീ പറഞ്ഞു. ഇത് കേട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ ആ കടവും മക്കളും ഞാൻ വഹിക്കാമെന്ന് നിനക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെ നീ എന്നെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. വല്ലാഹു ഹായിലുൻ ബൈനക വബൈന ദാലിക്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിൻ്റെയും നീ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെയും ഇടയിൽ മറയിടുന്നവനാണ്, നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ശൈത്താനു മിൻ ശയാത്തീനി ഖുറൈശ്, ഖുറൈശികളുടെ ഏറ്റവും വലിയ ശൈത്താനായ ഉമൈർ ഇബ്നു അബൂ ഒന്ന് നെടുങ്ങി, സ്തബ്ധനായി, ഒന്ന് നെട്ടിയിട്ട് നെട്ടിത്തരിച്ച് നിന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളൊന്ന് തുറന്നപ്പോൾ ആ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അടുത്ത ആളുടെ പേര് കേൾക്കുമ്പോൾ ഇനി നമ്മൾ റളിയല്ലാഹു അൻഹു പറയണം, ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി എന്ന് കേൾക്കുമ്പോൾ ഇനി നമ്മൾ എന്ത് പറയണം? റളിയല്ലാഹു. ഇനി അദ്ദേഹം ശൈത്താനുൻ മിൻ ശയാത്തീനി ഖുറൈശ് അല്ല, മറിച്ചോ ഹവാരിയുൻ മിൻ ഹവാരിയ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായികൾപ്പെട്ട ഒരു അനുയായിയാണ്. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹാദാ അംറുൻ ലം യഹ്ദുറുഹു ഇല്ലാ അന വസഫ്വാൻ, ഈ സംഭവം എനിക്കും സഫ്വാനും അല്ലാതെ മറ്റൊരാൾക്കും ഈ ലോകത്ത് അറിയില്ല. ഫവല്ലാഹി ഇന്നി ലഅഅലമു മാ അതാക ബിഹി ഇല്ലല്ലാഹ്, എനിക്ക് നന്നായിട്ടറിയാം ഇത് നിനക്ക് അറിയിച്ചവൻ അള്ളാഹുവാണ്, എനിക്ക് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ഫൽഹംദുലില്ലാഹില്ലദീ ഹദാനി ലിൽ ഇസ്ലാം വസാഖനി ഹാദൽ മസാഖ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരികയും ഇസ്ലാമിലേക്ക് എന്നെ ഹിദായത്ത് ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന് എത്ര സ്തുതി. മാറി ഒരു സെക്കൻഡ് കൊണ്ട് ആളങ്ങനെ മാറി. അതാണ് ഈമാൻ, അതാണ് തൗഹീദ്. അദ്ദേഹം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സന്തോഷം. അദ്ദേഹം പറയാം, ഫഖിഹു, റസൂലുള്ളാഹി പറഞ്ഞു, ഫഖിഹു അഖാകും ഫീ ദീനി, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. വഅല്ലിമുഹുൽ ഖുർആൻ, നിങ്ങൾ അദ്ദേഹത്തിന് ഖുർആൻ പഠിച്ചു കൊടുക്കുക. വഅത്ലിഖു അസീറഹു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തടവുകാരനെ വെറുതെ വിട്ടേക്ക് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കുറച്ചു മുമ്പ് വരെ ശൈത്താനുൻ മിൻ ശയാത്തീനി ഖുറൈശ്, ഇപ്പോൾ ആരാ? അഖൂക്കും, നിങ്ങളുടെ സഹോദരനായി മാറി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദി നഫ്സി ബിയദി, അള്ളാഹു തന്നെയാണ് സത്യം, അൽ ഖൻസീറു കാന അഹബ്ബു ഇലയ്യ മിൻ ഉമൈർ ഹീന തല, ഉമൈർ വന്ന സമയത്ത് പന്നിയേക്കാൾ എനിക്ക് അവനോട് ഭയങ്കര വെറുപ്പായിരുന്നു. ഒരു പന്നിയോടുള്ള വെറുപ്പിനേക്കാൾ എനിക്ക് അവനോട് വെറുപ്പായിരുന്നു. അദ്ദേഹം പറയുക, വലഹു അഹബ്ബു ഇലയ്യ മിൻ ബഅദി ബനി, ഇപ്പോൾ എൻ്റെ ചില മക്കളെക്കാൾ അവൻ എനിക്ക് പ്രിയങ്കരനായവനാണെന്ന്. സുബ്ഹാനല്ലാഹ്. അതാണ് തൗഹീദ്, അതാണ് ഇസ്ലാം. ഇത്രയും കഷ്ടപ്പെട്ട് അവർക്കൊക്കെ കിട്ടിയ തൗഹീദും ഇസ്ലാമുമാണ്. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ജനിക്കുമ്പോൾ തന്നെ ഒരു ചെവിയിൽ ബാങ്കും മറ്റൊരു ചെവിയിൽ ഇഖാമത്തും കേട്ടിട്ട് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. അപ്പോൾ അള്ളാഹു നമ്മളോട് എത്ര സ്നേഹമുള്ളവനാ. ഉമൈർ ഇബ്നു വഹബിനൊക്കെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വരേണ്ടി വന്നു ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര വലിയ കുറ്റം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്, അത്രയും ത്യാഗം സഹിക്കട്ടെ, അത്രയും കഷ്ടപ്പെടേണ്ടി വന്നു. ഈ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ് ദീൻ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രസംഗത്തിൽ കേൾക്കുന്നത്, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? അത് തൗഹീദാണ്, ദീനാണ്, ഇസ്ലാമാണ്. അള്ളാഹു നമ്മളിൽ നിന്നും അത് കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹം അങ്ങനെ മുസ്ലിമായി എന്ന് മാത്രമല്ല, തൊട്ടുടനെ തന്നെ റസൂലുള്ളാഹിയുടെ അനുവാദം ചോദിച്ച്, ഞാൻ നിങ്ങളെ മക്കത്ത് വെച്ച് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്കൊരു അനുവാദം തരണം. എന്തിനാ? തിരിച്ച് മക്കത്ത് പോയിട്ട് അവിടെ ചെന്ന് ഈ പറഞ്ഞ മുശ്രിക്കീങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് ദഅവത്ത് ചെയ്യണം. റസൂലുള്ളാഹി അനുവദിച്ചു. അദ്ദേഹം മക്കത്തേക്ക് പോകാൻ തയ്യാറായി. ഇവിടെ ഒരാൾ കാത്തിക്കുന്നുണ്ട്. ആര്?
സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം ശത്രുക്കളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ബദറിനെ കുറിച്ചൊക്കെ വിഷമിച്ചിരിക്കുമ്പം അവരുടെ അടുക്കൽ പോയിട്ട് സഫ്വാൻ പറയുമായിരുന്നു അത്രേ, അബ്ശിറൂ, ആരും വിഷമിക്കണ്ട, എല്ലാവരും സന്തോഷിച്ചോട്ടോ, ബി ഫത്ഹിൻ യുൻസീക്കും വഖഅത ബദർ, ബദറിൻ്റെ സംഭവത്തെ നിങ്ങളെ മറപ്പിച്ച് കളയുന്ന ഒരു വലിയ സന്തോഷ വാർത്ത ഇന്നോ നാളെയോ വരും കേട്ടോ, ആരും ബേജാറാകണ്ടേ. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ, അത് ഞാൻ ഇപ്പോൾ പറയൂല, ഇന്നോ നാളെയോ നിങ്ങൾ കണ്ടറിയാൻ പോകുന്നത് പിന്നെ പറയണമെന്ന് ചോദിക്കില്ല. അതേപോലെ നിങ്ങളെല്ലാവർക്കും കേൾക്കാൻ പോകുന്ന ഒരു വാർത്ത വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ആരും ബേജാറാവണ്ട എന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ എന്നിട്ട് എല്ലാ ദിവസവും ഇവൻ മക്കയുടെ അതിർത്തിയിൽ പോയിട്ട് മദീനയുടെ ഭാഗത്ത് വരുന്ന ആളുകളോട് എന്തായി, എന്തെങ്കിലും വാർത്തയുണ്ടോ, മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും വാർത്തയുണ്ടോ, മദീനത്ത് എന്തെങ്കിലും സംഭവിച്ചോ, ഉമേർ ഇബ്നു വഹബിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 2-3 ദിവസം ആർക്കും ഒരു വാർത്തയില്ല. 4-ാമത്തെ 5-ാമത്തെ ദിവസം ഒരാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഉമേറിനെ കുറിച്ചൊരു വാർത്തയുണ്ട്. എന്താ വാർത്ത? ഉമേർ ഇസ്ലാം സ്വീകരിച്ചു. ഉമേർ കാരണം ഇദ്ദേഹം മറ്റ് 80% ഉമേർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയും കൃത്യമായ പ്ലാനാണ് ചെയ്തത്. ഇനി അഥവാ കൊന്നില്ല എങ്കിൽ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന വാർത്ത എന്താ, ഉമേറിനെ സഹാബാക്കൾ കൊന്നു എന്നത് ഓക്കെ, അല്ലെങ്കിൽ ഉമേർ അവിടെ ചളവുകാരനായി പിടിക്കപ്പെട്ടു ഓക്കെ, അല്ലെങ്കിൽ ഉമേർ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഓടി വരുന്നുണ്ട്, അതൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. പക്ഷേ ഉമേർ ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത സഫ്വാനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനേ കഴിയാത്ത വാക്കായിരുന്നു. 2-3 ആളുകൾ പറഞ്ഞപ്പോൾ നിർബന്ധപൂർവ്വം വിശ്വസിക്കേണ്ടി വന്നു. ഇനി ഒരിക്കലും ഞാൻ അവനോട് സംസാരിക്കുകയില്ല, അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉറുപ്യ പോലും ചിലവാക്കുകയില്ല, അവൻ്റെ മക്കളെ ഞാൻ നോക്കുകയില്ല എന്നവൻ ശപഥം ചെയ്യുകയും ചെയ്തു. പക്ഷേ അൽഹംദുലില്ലാഹ് പിന്നീട് മക്കം ഫതഹിൻ്റെ സമയത്ത് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയും മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും നമ്മൾ റളിയല്ലാഹു അൻഹും എന്ന് പറയണം. അള്ളാഹു എല്ലാ സഹാബാക്കളെയും നമ്മളെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇതോടുകൂടി ബദർ ഏകദേശം നമ്മൾ നിർത്തുകയാണ് അല്ലേ. ഇന്ന് നമ്മുടെ സീറത്തിൻ്റെ ക്ലാസ് ഏകദേശം ഒരു അവസാനത്തോട് അടുക്കുകയാണ്. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച നമുക്ക് മഹലിൻ്റെ പരിപാടി ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. വിജയിപ്പിക്കണം, ഖുർആനുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ആഴ്ച പിന്നെ അങ്ങോട്ട് റമളാൻ്റെ തിരക്കായി. റമളാനിൽ തൽക്കാലം ഇബാദത്തിലായി കഴിയേണ്ട സമയമാണ്. ചരിത്രവും ഇതൊക്കെ കുറച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ റമളാനിന് ശേഷം ഇൻഷാ അല്ലാഹ് സീറത്തിൻ്റെ ക്ലാസ് തുടരും. അപ്പം അതിന് മുമ്പായിട്ട് ചെറിയൊരു ഷോർട്ട് നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ബദർ ഏകദേശം അവസാനിച്ചു. ഇനി ചെറിയ മുശ്രിക്കീങ്ങൾക്ക് ബദറിൻ്റെ ആ പ്രഹരം എത്രമാത്രം ആഴത്തിലേറ്റിരുന്നു എന്നതിനെക്കുറിച്ച് മാത്രം പറയാണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ എന്തു നടക്കും. അള്ളാഹു സഹായിക്കാൻ വിചാരിച്ചാൽ അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. ഇപ്പം ഈ അടുത്ത് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ അടുത്തൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്ടറല്ല, ഓൺകോളജി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ. അതിൽ അബുദാബിയിൽ അല്ലെങ്കിൽ UAE പേര് കേട്ട പ്രൊഫസറാണ്. റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹുമൈദ് അശ്ശംസി എന്നാണ്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അദ്ദേഹം വഹിക്കുന്ന തസ്തികകൾ കുറച്ച് ഞാൻ വായിക്കാം. UAE അബുദാബിയിലുള്ള ബുർജിയിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എമിറേറ്റ്സ് ഓങ്കോളജി സൊസൈറ്റിയുടെ പ്രസിഡന്റ്, ഗൾഫ് ക്യാൻസർ സൊസൈറ്റിയുടെ ലീഡ്, UAE റാസൽ ഖൈമ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഓൺകോളജിയുടെ ഫുൾ പ്രൊഫസർ, ഇങ്ങനെ വലിയ സ്ഥാനം വഹിക്കുന്ന റിസർച്ച് സ്കോളറായ പ്രൊഫസറായ ഡോക്ടറിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ഒരു ആൾ. അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ ഇത്രയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ ഈ അനുഭവം കേട്ടാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ അനുഭവം. പക്ഷേ അദ്ദേഹം കളവ് പറയുന്ന ആളല്ല, ഇത്രയും വലിയ തസ്തികയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അനുഭവം പറയാം. എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അൽ മർഹലത്തു റാബിയ, 4th സ്റ്റേജിലുള്ള ഭയങ്കര സീരിയസ് കണ്ടീഷനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചികിത്സ തുടങ്ങി. റേഡിയേഷനും തെറാപ്പിയും മറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, വലിയ പ്രായമൊന്നും ഇല്ലാത്ത പെണ്ണാണ്, ഡോക്ടറെ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നീ ശ്രദ്ധിക്കണ്ടേ, അതൊരിക്കലും നിനക്ക് ഈ സമയത്ത് പാടില്ലാത്തതല്ലേ. ഗർഭിണിയാകാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അസുഖമുള്ള നീ ഗർഭിണിയാകാന്ന് പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞിനും കൂടി ബുദ്ധിമുട്ടല്ലേ, റേഡിയേഷൻ പോലത്തെയുള്ള ചികിത്സ നടക്കുന്നില്ല, നീ ചെയ്യാൻ പാടില്ലാത്തതല്ലേ. അദ്ദേഹം പറയാം, ഞങ്ങൾ ടെസ്റ്റൊക്കെ നടത്തി നോക്കുമ്പോൾ ആ പെണ്ണ് പറഞ്ഞത് ശരിയാണ്, ഗർഭിണിയായിട്ടുണ്ട്, കുഞ്ഞിന് ഏകദേശം 2.5-3 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഗർഭിണിയൊക്കെ തന്നെയാണ്, ഓക്കെയാണ്, പക്ഷേ എന്തായാലും നമുക്ക് അബോർഷൻ ചെയ്യണം, കാരണം നിൻ്റെ ചികിത്സയും പ്രഗ്നൻസിയും രണ്ടും ഒന്നിച്ച് തുടർന്ന് പോകാൻ കഴിയില്ല, റേഡിയേഷൻ്റെ എഫക്റ്റ് കുഞ്ഞിനും കൂടി ബാധിക്കും, അത് വലിയ പ്രശ്നമാവും, നമുക്ക് അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്ത്രീ ഒരേ നിർബന്ധം, ഇല്ല അബോർഷൻ ചെയ്യൂല, ഇത് തുടർന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധം പിടിച്ചു. അവസാനം ആ സ്ത്രീയുടെ നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങിയിട്ട് ഈ ചികിത്സ മുഴുവൻ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. സ്ത്രീ പറഞ്ഞു, എനിക്ക് ചികിത്സ നിർത്തിവെച്ചാലും കുഴപ്പമില്ല, അബോർഷന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവില്ല, ഞാൻ കുഞ്ഞിനെ കൊല്ലൂല. അങ്ങനെ ആ സ്ത്രീ ഈ ഗർഭാവസ്ഥ തുടർന്നു പോയി 7 മാസം. അതിനുശേഷം 7 മാസം കഴിഞ്ഞു അവർ പ്രസവിച്ചു. കുഞ്ഞിനെ അൽഹംദുലില്ലാ നല്ല ആരോഗ്യത്തോടുകൂടി കുഞ്ഞ് പുറത്തേക്ക് വന്നു. ഡോക്ടർ പറയാം,
കുറച്ച് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞ് അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ തിരക്കുകളും കഴിഞ്ഞ് രണ്ടാമത് ചികിത്സ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടെസ്റ്റും കൂടി നടത്തി. ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ പറയാം, അത്ഭുതമെന്ന് പറയട്ടെ, ആ ടെസ്റ്റിൽ അവരുടെ രോഗം മുഴുവനും നീങ്ങിപ്പോയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ 4th സ്റ്റേജിലെത്തിയ ആ സ്ത്രീയുടെ രോഗം മുഴുവനായിട്ടും നീങ്ങിപ്പോയി. ഒരു അസർ പോലും, ചെറിയൊരു അടയാളം പോലും ഇല്ലാന്ന്. ഇപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഈ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നത്, ഏഷ് തഫ്സീർ യാ ദുക്തൂർ, ഏഷ് തഫ്സീർ, ഇതിനൊരു വിശദീകരണം എന്താ ഡോക്ടറെ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അവരങ്ങനെയാണല്ലോ സംസാരിക്കുക, ഇത് എങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പറയാം, എനിക്കറിയില്ല, ആകെ ഉള്ള ഒരു തഫ്സീർ റബ്ബക്ക്, നിൻ്റെ റബ്ബ് ഉണ്ട് എന്നത് മാത്രമേ തഫ്സീറുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി പോലെ ഇതെങ്ങനെ സംഭവിച്ചെന്ന്. ഇദ്ദേഹം ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിച്ചോളൂ, നിങ്ങളുടെ ഈ കാലയളവിൻ്റെ ഇടയിൽ, ഈ 7-8 മാസത്തിനിടയിൽ എന്തെങ്കിലും അത്ഭുതകരമായി സംഭവിച്ചോ എന്ന് ആ സ്ത്രീയോട് ചോദിച്ചോളൂ. അപ്പോൾ അവർ പറഞ്ഞു, പ്രത്യേകിച്ച് അത്ഭുതകരമായിട്ടൊന്നും സംഭവിച്ചില്ല, പക്ഷേ എല്ലാ ദിവസവും രാത്രി ഖിയാമുൽ ലൈലിൽ ഞാൻ എഴുന്നേക്കുമായിരുന്നു. എന്നെക്കൊണ്ട് ആകുന്നത് പോലെ നമസ്കരിച്ചതിന് ശേഷം ഞാനൊരു ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജുബ്രി ജബ്റൻ യതഅജ്ജബു മിൻഹു അഹ്ലുസ് സമാവാതി വൽ അർദ്. പടച്ചവനെ, എൻ്റെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണമേ. എങ്ങനെയുള്ള പരിഹരിക്കൽ? അതിനെപ്പറ്റി ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ എൻ്റെ പ്രശ്നത്തെ നീ പരിഹരിക്കണമെന്ന് എനിക്കറിയാവുന്ന, അത് ഇതിൽ വന്ന വാക്കൊന്നുമല്ല, മറിച്ച് എനിക്കറിയാവുന്ന അറബി ഭാഷയിൽ ഞാൻ ദുആ ചെയ്യുമായിരുന്നു, അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതോടുകൂടി ആ ദുആ ഒരു 7 മാസം 8 മാസം അവർ ചെയ്തു. 8 മാസം 9 മാസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പം ഒരു പ്രശ്നവും ഇല്ലാതായി മാറി. ഇത് തന്നെയാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. 10-300 പേരേ ഉള്ളൂ, അവർ 1000-1300 പേരുണ്ട് രക്ഷപ്പെടാൻ. മറ്റേ ചോദിച്ചില്ല എന്താ തഫ്സീർ എന്ന് ചോദിച്ചാൽ എന്താ റീസൺ? ഒരു സാധ്യതയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ അവൻ നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അവസാനം ഇങ്ങനെ ദുആ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും നമുക്ക് സാധ്യത നൽകുന്ന ഒരു ദിക്റും കൂടി പഠിപ്പിച്ചിട്ട് അതൊരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ട് ഈ വർഷത്തെ സീറത്ത് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ ദുആ? ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നു, അൻ ഉബാദത്ത് ബിൻ സാമിത്ത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റിവായത്ത് ചെയ്യാണ്, മൻ തആറ മിനൽ ലൈൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. പക്ഷെ ആ ദിക്ർ പറഞ്ഞിട്ട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. എൻ്റെ ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖിൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ട് പ്രാവർത്തികമാക്കിയ 200ഓളം പേര് അവർക്കിതിന് ഉത്തരം കിട്ടിയതായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏകദേശം 200ഓളം പേര്. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഹദീസ് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ തആറ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രിയിൽ നെട്ടി എഴുന്നേറ്റാൽ, നമ്മൾ പല കാരണങ്ങളാൽ നെട്ടി എഴുന്നേക്കുമല്ലോ, ചിലപ്പം അല്ലേ വെള്ളം കുടിക്കാൻ എഴുന്നേക്കും, മുത്രയിക്കാൻ മുട്ടിയിട്ട് അങ്ങനെയൊക്കെ എഴുന്നേക്കും. അപ്പം എന്നിട്ട് നെട്ടി എഴുന്നേറ്റ്, നിങ്ങൾ കേട്ട ഹദീസ് തന്നെ ആയിരിക്കും, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ അൽഹംദുലില്ലാഹ് വ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയില്ല, പക്ഷേ ഈ ദുആയിൽ ഓർഡർ ചെറിയ മാറ്റമുണ്ട്. ഫസ്റ്റ് ഏതാ? അൽഹംദുലില്ലാഹ് വ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞ് സുമ്മ ഖാല, അതിനുശേഷം അവൻ അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു. ഔ ദഅ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, അവൻ എന്തായാലും മറുപടി നൽകപ്പെടുന്നു. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവായി പോവും അത്? ഇല്ല, ഉറപ്പാണ്. ഏതാ റിവായത്ത്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫൈൻ തവല്ല, ഇനി അവൻ വുളൂ ചെയ്തു, വസല്ല, അവൻ നമസ്കരിച്ചാൽ, ഖുബിലത് സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നു. അത് വേറെ തന്നെ അമല. ദുആ സ്വീകരിക്കാൻ വേണ്ടി നിസ്കരിക്കണം, വുളൂ ചെയ്യണമെന്നില്ല. വുളൂ ചെയ്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ദുആ സ്വീകരിക്കപ്പെടാൻ എന്താ വേണ്ടത്? ഉറക്കത്തിൽ നിന്ന് രാത്രി നെട്ടി എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നെട്ടി എഴുന്നേറ്റ് ആ സമയത്ത് എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ എങ്ങനെയാ? അൽഹംദുലില്ലാഹ് വ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു എൻ്റെ കച്ചവടം ലാഭത്തിലാക്കി തരണേ. എന്താണോ നമുക്ക് ആവശ്യം അതങ്ങ് ചോദിക്കും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ, പറഞ്ഞ പോലെ കച്ചവടം തുടങ്ങി അത് ലാഭത്തിലാവണം, വിവാഹം കഴിക്കണം, വീട് വെക്കണം, മകളുടെ വിവാഹം നടത്തണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളില്ലേ? ചോദിച്ചോ, കിട്ടുമെന്ന് ഉറപ്പ്. എൻ്റെ ഷെയ്ഖ് പറഞ്ഞത് 200ഓളം പേര് അദ്ദേഹത്തോട് അനുഭവം പറഞ്ഞു, അവർക്ക് ഇങ്ങനെ ഇനി ഒരുപാട് മുസീബത്തുകൾ നമ്മൾ പെട്ട് കിടക്കുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. രാത്രി നെറ്റി എഴുന്നേൽക്കുമ്പം ഈ ദിക്ർ പറയാം, അതിനുശേഷം ദുആ ചെയ്യുക, ഇൻഷാ അല്ലാഹ് മാറും. അപ്പോൾ ഇതൊരു സമ്മാനം പോലെ നിങ്ങൾക്ക് നൽകി തൽക്കാലം ഇവിടെ വാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.